from Swami Surya channel. This video is about the Paurnami meditation. Paurnami meditation is for 3 days, tomorrow, day after and the next day. That means 22nd, 23rd and 24th, Wednesday, Thursday, Friday. Tomorrow, Wednesday, the meditation is for 1 hour from 8 p.m. to 9 p.m. Nidhi Ganapati Mantra will be recited on this day. Nidhi Ganapati Mantra is to seek the blessings of Lord Mahaganapati to bless us with the required funds to meet our day-to-day requirements. That means the lawful earnings for us. Then on Thursday, on Paurnami day, the meditation will be for 3 hours from 7 p.m. to 10 p.m. with Lalita Sahasranama and its meaning. Lalita Sahasranama will give us everything: prosperity, mental peace and enlightenment. Everything Lalita Sahasranama will give. The next day, Friday, it will be Ramanama Japa. Ramanama Japa is with a sankalpa, with a prayer to make our country prosperous and peaceful. All the citizens should unite together and they should love and respect each other. It is during the period of Sri Ramachandra Mahaprabhu, who was ruling Ayodhya in the Treta Yuga. That country was very prosperous. Sri Ramachandra ruled for 11,000 years. It was a Ramarajya. So our present day Bharata, our country should also become a Ramarajya. Our prayer will be to make our country a Ramarajya. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറയാം. ഈ വരുന്ന നാളെ മുതൽ ബുധൻ, വ്യാഴൻ, വെള്ളി 22, 23, 24 തീയതികളിൽ പൗർണമിയോടനുബന്ധിച്ചിട്ടുള്ള ധ്യാനമായിരിക്കും. നാളെ ബുധനാഴ്ച 8 മുതൽ 9 വരെ നിധി ഗണപതി ധ്യാനം. മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തെ തേടിയിട്ടുള്ള ധ്യാനം. നമുക്ക് ന്യായമായി കിട്ടേണ്ടുന്ന ധനാഗമം യാതൊരു തടസ്സവുമില്ലാതെ നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ധനം ലഭിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. അപ്പോൾ ഈ ജോലി കിട്ടാത്തവർക്ക് ജോലി, ബിസിനസ്സിൽ നല്ല ഉന്നതി എന്നിവ തീർച്ചയായിട്ടും ലഭിക്കും നിധി ഗണപതി മന്ത്രത്തെ പറഞ്ഞുകൊണ്ട് ധ്യാനം ചെയ്താൽ. അതിനടുത്ത ദിവസം പൗർണമി ദിവസം 3 മണിക്കൂർ ധ്യാനം ലളിതാ സഹസ്രനാമം 7 മണി മുതൽ 10 മണി വരെ. ലളിതാ സഹസ്രനാമം നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ ആവശ്യമുണ്ടോ, ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എല്ലാം നേടിത്തരുന്ന ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിൻ്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച രാമനാമ ജപം കൊണ്ടാണ് നമ്മൾ ധ്യാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീരാമചന്ദ്രമൂർത്തി രാജ്യം ഭരിച്ചിരുന്ന സമയത്ത്, ത്രേതായുഗത്ത്, അതൊരു രാമരാജ്യമായിരുന്നു. എല്ലാവരും വളരെ സമാധാനത്തോടെ സമൃദ്ധിയോടെ ജീവിച്ചിരുന്ന കാലം. അതേമാതിരി ഒരു കാലം നമുക്കിപ്പോൾ വരണം. നല്ലൊരു നേതൃത്വത്തിന് വേണ്ടിയും നമ്മുടെ ഭാരതരാജ്യം മുന്നേറി പുരോഗതിയിൽ എത്തുവാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മൾ രാമനാമ ജപം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. 8 മണി മുതൽ 9 മണി വരെ. നമ്മുടെ നാട്ടിന് വേണ്ടിയുള്ള ധ്യാനമാണ്, നമുക്ക് വേണ്ടിയുള്ള ധ്യാനമല്ല. ബുധനും വ്യാഴനും ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടിയുള്ള ധ്യാനം. വെള്ളിയാഴ്ചത്തെ ധ്യാനം നമ്മുടെ ഭാരതരാജ്യത്തിന് വേണ്ടിയുള്ളത്. ഭാരതരാജ്യത്തെ ഒരു രാമരാജ്യമാക്കി തീർക്കാൻ, ഇവിടെ ശാന്തിയും സമാധാനവും മാത്രം ഉണ്ടാകുവാനുള്ള ഒരു ധ്യാനമാണ്. അപ്പോൾ എല്ലാവരും ഈ സ്വാമി സൂര്യയിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ 3 ദിവസത്തെ ധ്യാനത്തിന് തീർച്ചയായിട്ടും പങ്കെടുക്കണം. നമ്മുടെ നാടിനെ
ഉന്നതത്തിന് വേണ്ടി നമുക്കെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.